ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. മാത്സ് ഫോർ സക്സസ് എന്ന് പറയുന്ന വീഡിയോ ക്ലാസ് സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഒപ്പം സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സും കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുകയുണ്ടായി. ആ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന മാത്സിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കൃത്യമായിട്ട് അതിൽ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. അതായത് അതിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകുന്നതായിരിക്കും. ഒപ്പം എന്തെങ്കിലുമൊക്കെ PDF നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അതിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സംഖ്യകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലെ മൂന്നാമത്തെ ഭാഗമാണ്. ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കിനി അറിഞ്ഞിരിക്കേണ്ടത് 7ന്റെ ഡിവിസിബിലിറ്റി, അതേപോലെ തന്നെ 11ന്റെ ഡിവിസിബിലിറ്റി. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് 12ന്റെ ഒരു പ്രിലിമിനറി എക്സാമിനാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 12ന്റെ ഡിവിസിബിലിറ്റി ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചത്. അതേപോലെ തന്നെ 24 വെച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എങ്ങനെയാണ് 24ന്റെ ഡിവിസിബിൾ ആയിട്ട് വരുന്ന നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഒരു പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ 1 മുതൽ 11 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നത് ഈ 12ഉം 24ഉം 99ഉം എന്ന് പറയുന്ന ഈ പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്യുക വഴി നമുക്ക് മനസ്സിലാക്കിയെടുക്കുകയും അതോടെ ഈ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പഠിച്ച് പൂർത്തീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനു മുമ്പത്തെ 2 ക്ലാസ്സുകൾ കാണുക, ഒപ്പം ഈ ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് 7ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നാണ്. അപ്പോൾ ഒരു സംഖ്യ കൊണ്ട്, അതായത് നമുക്ക് കുറച്ച് സംഖ്യകൾ തരുന്നു, ആ സംഖ്യകൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ സാധാരണ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യം ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു കോംപ്ലിക്കേറ്റ് ആയിട്ട് മാറും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ആ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചിലവാകുന്ന സമയത്തേക്കാൾ കുറച്ച് ലാഭകരമായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താണ് ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇതിന് മുമ്പത്തെ 2ന്റെ നമ്പർ ആണെങ്കിലും 3 കൊണ്ട് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ 7ന്റെ കേസിലേക്ക് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ്. എന്നാൽ അത്ര വലിയ കോംപ്ലിക്കേറ്റ് അല്ല. 2-3 തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളിലേക്ക് വരാം. ഒരു നമ്പർ എടുക്കുകയാണ്. നമുക്കിവിടെ ചോദ്യം തന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്നാണ് 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു നമ്പറിൽ നിന്ന് ഇത് പഠിച്ചെടുക്കാം. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് 14735 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഈ ഒരു നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇതിൽ ഈ ഒരു അവസാനത്തെ ഡിജിറ്റ് മാത്രം എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക. അതിൻ്റെ ഡബിൾ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കവിടെ 10 എന്നാണ് കിട്ടുക. അല്ല, 5ന്റെ ഡബിൾ എടുത്താൽ 10 എന്നാണ് കിട്ടുക. അത് ഇനി അവശേഷിക്കുന്ന 1473യുമായിട്ട് കുറയ്ക്കുക. അപ്പം നമുക്ക് 1473യുമായിട്ട് കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 1463 എന്നാണ് കിട്ടുക. എപ്പോഴാണോ ഇങ്ങനെ കുറച്ച് നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നത്, ആ സമയത്ത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ആ 2 ഡിജിറ്റ് നമ്പർ 7ന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. അങ്ങനെ ആ 7ന്റെ ഗുണിതമായിട്ടുള്ള ഒരു 2 ഡിജിറ്റ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന ആ ഒരു നമ്പർ എന്താണ്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 7ന്റെ ഗുണിതം അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 1463 എന്നാണ് കിട്ടിയത്. ഞാൻ ഈ 3 കൊണ്ട് എടുക്കുകയാണ്. അതിൻ്റെ ഡബിൾ എടുക്കുന്നു എന്ന് പറയാം 6 ആണ്. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന 146 എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 140 എന്നാണ് കിട്ടുക. ഇത് നമുക്ക് ആ 0 ആണ് എടുക്കേണ്ടത്. 0ത്തിന്റെ ഡബിൾ എടുത്താൽ 0 തന്നെയാണ്. അത് ഈ 14 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 14 എന്നാണ് കിട്ടുക. ഇപ്പം നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞു. ഈ 14 എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും 7ന്റെ ഗുണിതമായിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 14735 എന്ന് പറയുന്നത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലാണ് 7ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പോയിട്ട് കണ്ടുപിടിക്കാം. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ 7ന്റെ ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിൽ ഞാനിവിടെ പറഞ്ഞു പോയതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് 14735 എന്ന് പറയുന്ന ഈ നമ്പർ ഉപയോഗിച്ചാണ്.
ആ ഒരു നമ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് 7ന്റെ ഗുണിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് പൂർണ്ണമായിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് 7ന്റെ ഡിവൈഡ് ആയിട്ട് വരുന്ന നമ്പർ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, 41942 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നമ്മൾ എടുക്കുന്നു, അതിന്റെ ഡബിൾ എടുക്കുന്നു, അതായത് ഈ 2ന്റെ ഡബിൾ എടുക്കുന്നു, 4 ഇവിടെ വരുന്നത്. അപ്പോൾ 4190 എന്ന് വരും. പിന്നെ 0ന്റെ ഡബിൾ എടുക്കുക, അപ്പോൾ നമുക്കിവിടെ 0 ആണ്, അപ്പോൾ 419 എന്ന് വരും. പിന്നെ 9ന്റെ ഡബിൾ എടുക്കുക, 9ന്റെ ഡബിൾ എടുക്കുമ്പോൾ 18 അത് ഇതിനോട് കുറയ്ക്കുക, നമുക്കിവിടെ 3 കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് 3നോട് 1 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 23 കിട്ടും. അപ്പോൾ 23 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7ന്റെ ഗുണിതമാണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു നമ്പർ എന്തല്ല, 7ന്റെ ഗുണിതമല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 7ന്റെ ഗുണിതമായിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒന്നാമത്തതല്ല നമ്മുടെ ഉത്തരം. ഇനി അടുത്തതിലേക്ക് വരാം. 41944 എടുക്കുന്നു, അപ്പോൾ നമ്മളിവിടെ 8 വരുന്നു, ഇതിന്റെ ഡബിൾ എടുക്കുന്നു, അങ്ങനെയാണ് 8 എന്ന് കിട്ടിയത്. ഇനി ഇത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് 4186 എന്നാണ് വരിക. പിന്നെ ഈ 6 എടുക്കുന്നു, അതിന്റെ ഡബിൾ നമുക്ക് 12 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 6 വരുന്നു, ഇവിടെ 0 വരുന്നു, ഇവിടെ 4. ഇനി ഈ 6ന്റെ ഡബിൾ എടുക്കുക, അപ്പോൾ നമുക്ക് അവിടെ 12 കിട്ടും. ഈ 40ന്ന് 12 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 28 എന്ന് കിട്ടും. 28 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7ന്റെ ഗുണിതമാണ് അല്ലെ. 28 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ തന്നിരിക്കുന്ന ഈ നമ്പർ, ഈ 4 ഓപ്ഷനിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എന്താണ്, നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്ന ഈ 2 ഡിജിറ്റ് നമ്പർ എന്താണ്, 28 ആ 28 എന്ന് പറയുന്നത് എന്താണ്, 7ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന 41944 എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ എടുത്തു നോക്ക്, 41940 എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ ഈ 0ന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 0 ആണ്. അപ്പോൾ 4194 തന്നെയാണ് വരിക. ഇനി അതിന് ശേഷം നമ്മൾ 4ന്റെ ഡബിൾ ആണ് എടുക്കുന്നത്, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, 8 എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് 411 എന്ന് വരും. പിന്നെ 1ന്റെ ഡബിൾ എടുത്താൽ 2 വരും. 41നോട് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 40 എന്നാണ് കിട്ടുക. ആ 40 എന്തല്ല, നമ്മുടെ 7ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മൂന്നാമത്തെ ഓപ്ഷൻ എന്തല്ല, 7ന്റെ ഗുണിതമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ്. 41944 എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി പരീക്ഷകളിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും പരീക്ഷകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഏതാണ് 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പറിൽ നിന്ന് തന്നെ ഇത് പഠിച്ചു പോകാം. ഞാനിവിടെ എടുക്കുന്ന നമ്പർ 6222 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. 535 എന്ന് പറയുന്ന നമ്പറാണ്. 535 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു നമ്പർ 11ന്റെ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടവിട്ടിട്ടുള്ള നമ്പറുകളുടെ സം എടുക്കുക. അതായത് 6 + 2, അപ്പോൾ നമുക്ക് ഇവിടെ 8 കിട്ടി. പിന്നെ അതിനോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 13 കിട്ടി. 13നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 18 എന്ന് കിട്ടി. ഇനി അടുത്തത് 2, 4, 3, 7. ഇത് തമ്മിൽ കുറയ്ക്കുക. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 11 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ 0 വരും, അല്ലെങ്കിൽ എന്താണ് 11 11ന്റെ ഗുണിതമോ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ നമ്പർ എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതൊന്നും അല്ലാത്തത് ആ നമ്പറാണ് നമുക്ക് കിട്ടുന്നെങ്കിലോ, 0 അല്ലെങ്കിൽ 11 11ന്റെ ഗുണിതമോ അല്ലാത്ത നമ്പറാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വലിയ സംഖ്യ എന്താണ്, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കിട്ടും. അത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, ഇവിടെ ആദ്യം ഈ ഒരു പൊസിഷനിലെ 6 എടുത്തു, അതിനുശേഷം അടുത്ത ഒരു പൊസിഷൻ, അത് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് തൊട്ടടുത്ത പൊസിഷനിലുള്ള 2 എടുത്തു, അത് രണ്ടും കൂടെ കൂട്ടി, അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 5 കൂട്ടി, പിന്നെ എന്ത് ചെയ്തു, 5 കൂട്ടി. അതിനുശേഷം നമ്മൾ 2, 4, 3 ഇതെല്ലാം കൂട്ടി. അപ്പോൾ നമുക്കിവിടെ 18ഉം 7ഉം കിട്ടി, കുറച്ചു. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി, 11 ഡിഫറൻസ് കിട്ടിയത്. 11 ഡിഫറൻസ് കിട്ടിയപ്പോൾ നമുക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന 6222525 എന്ന് പറയുന്ന നമ്പർ എന്താണ്, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ 11ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഓപ്ഷനിലൂടെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. 829467 എന്നാണ് നമ്മുടെ ഓപ്ഷൻ. ഇവിടെ നമ്മൾ 8ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 17 എന്ന് കിട്ടി. 17നോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ 23, 23നോട് 7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ 30 എന്നാണ് കിട്ടുക.
അതിനുശേഷം 2 എടുക്കുന്നു, 4 6 കിട്ടി, 6 2 8 കിട്ടി. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 22 കിട്ടി. 22 എന്താണ്? 11ന്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 8294627 എന്ന് പറയുന്നത് എന്താണ്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എടുക്കാം. 3495714 എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ 3 9 12 കിട്ടി. ഇവിടെ നമുക്ക് 7 കൂട്ടിക്കഴിഞ്ഞാൽ 19 കിട്ടി. 19 + 4 ചെയ്താൽ 23 കിട്ടി. ഇനി ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്, 9 ആണ്. 9 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 എന്നാണ് കിട്ടുക. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 13 ആണ്. 13 എന്തല്ല? 11ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 3495714 എന്ന് പറയുന്നത് എന്തല്ല? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉത്തരമായിട്ട് വരും. നമ്മൾ ഓൾറെഡി ഉത്തരം കണ്ടുപിടിച്ചു. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത നമ്പർ എടുത്ത് നോക്ക്. 754674 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 7ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 11. 11 7ഉം 18, 18ഉം 3ഉം നമുക്ക് 21 കിട്ടും. ഇനി 5 6 11, 11ഉം 4ഉം 15. ഇത് തമ്മിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 6 എന്നാണ് കിട്ടുക. 6 എന്ന് പറയുന്നത് 11ന്റെ ഗുണിതമല്ല, അല്ലെങ്കിൽ നമുക്ക് 0-ഉമല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്തല്ല? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എത്ര വലിയ നമ്പർ കിട്ടിയാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 11ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 7ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് പഠിച്ചു. 11ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഈ 11 പലപ്പോഴും PSCയിലൊക്കെ ചോദിക്കാറുള്ള ഒരു സംഖ്യയാണ്. ഈ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കുറേ നമ്പറുകളുണ്ട്. ആ നമ്പറുകളിൽ നമുക്ക് 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നമ്പറാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നമ്പർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോ പ്രൈമായിട്ട് വരുന്ന ഘടകങ്ങൾ എടുക്കുക. കോ പ്രൈമായിട്ട് വരുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 12ന്റെ ഒരു ഘടകമാണ് 3 എന്ന് പറയുന്നത്, മറ്റൊന്നാണ് 4 എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ HCF എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 1 എന്നാണ് കിട്ടുക. അപ്പോൾ രണ്ട് നമ്പറുകൾ അതിൻ്റെ HCF എടുത്തു കഴിഞ്ഞാൽ 1 എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? കോ പ്രൈം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3ഉം 4ഉം എന്ന് പറയുന്നത് 12ന്റെ ഘടകമാണ്. അപ്പോൾ 12 കൊണ്ട് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്ന 3 കൊണ്ടും 4 കൊണ്ടും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് പറയാം 12ന്റെ ഘടകങ്ങളായിട്ട് വരുന്ന 1 കൊണ്ട്, 2 കൊണ്ട്, 3 കൊണ്ട്, 4 കൊണ്ട്, 6 കൊണ്ട്, പിന്നെ വരുന്നത് 12 ആണ്. അപ്പോൾ ഇതിനെ കൊണ്ടെല്ലാം, അതായത് 1 2 3 4 6 ഇതെല്ലാം കൊണ്ടും എന്ത് ചെയ്യണം? ഈ പറയുന്ന 12 എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ആ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം പൂർണ്ണമായിട്ടും. അതായത് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട എന്തേ ഉള്ളൂ? ഈ 3ഉം 4ഉം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആ 3ഉം 4ഉം കൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ട മെത്തേഡും 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ട മെത്തേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കും. അത് എന്താണ്? ഒന്നെങ്കിൽ 0 0 ആയിരിക്കും, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കുമോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അവസാനം 0 0 ആണ്, ഇവിടെ അവസാനം 0 0 ആണ്, ഇവിടെ അവസാനം 0 0 ആണ്. എന്നാൽ നാലാമത്തെ ഓപ്ഷനിൽ അവസാനം 65 ആണ്. അപ്പോൾ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് കളയാം. ബാക്കി 1 2 3 ആണ് നമ്മുടെ മുന്നിൽ ഇനി ഉള്ളത്. ഇനി നമ്മൾ 3ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിലുള്ള എല്ലാ അക്കങ്ങളും കൂട്ടിയിട്ട് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ 3ന്റെ ഗുണിതമാണെങ്കിൽ ആ നമ്പർ നമുക്ക് എന്തെന്ന് പറയാം? 3ന്റെ ഗുണിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 8 10 ആണ്. 10 3 13, 13 2 15 ആണ്. നമുക്കറിയാം 15 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുന്നത് എന്താണ്? 3 കൊണ്ടും പോയിട്ടുണ്ട്, അതേപോലെ തന്നെ 4 കൊണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് 12ന്റെ ഗുണിതമാണ്. ഇനി ഇവിടെ അടുത്തതിലേക്ക് നോക്ക്. 6 2 8, 8 6 14, 14 3 17, 17 2 19 ആണ്. അപ്പോൾ അവിടെ നമുക്ക് തുക കിട്ടിയ 19 ആണ്. 19 3ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഈ പറയുന്ന 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇനി അടുത്തത് 2 6 8 4 2 0 0 എന്ന് പറയുന്നതിൽ കൂട്ടിക്കഴിഞ്ഞാൽ 2 6 8, 8 8 16, 16 4 20, 22 ആണ്. 22 3ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതും എന്തല്ല? 12ന്റെ ഗുണിതമല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഏത് നമ്പർ തന്നാലും
ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഘടകങ്ങൾ എടുത്തിട്ട് അത് അതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2021 ഒരു 10th പ്രിലിം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 99 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ 4ഉം 3ഉം ആണ് എടുത്തത്. അതേപോലെ ഇവിടെ 99ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? 11ഉം 9ഉം ആണ് അല്ലെ. നമ്മൾ പഠിച്ചിരിക്കുന്ന 11ന്റെ ആ ഒരു മെത്തേഡും 9ന്റെ മെത്തേഡും നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 9ന്റെ എന്താണ് പഠിച്ചത്? സം എടുക്കുന്നു. ആ സം എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ തന്നിരിക്കുന്ന മൊത്തത്തിലുള്ള നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം 9 കൊണ്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ആദ്യം എളുപ്പത്തിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് പോകാം. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ്. 8ഉം 4ഉം 12 ആണ്. 12ഉം 2ഉം 14 ആണ്. 14ഉം 4ഉം 18 ആണ്. അപ്പോൾ ആ 18 എന്ന് പറയുന്ന സമ്മ് നോക്കുമ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷന്റെ കേസിൽ നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 5, 7, 3, 2, 1 വരിക. അപ്പോൾ ഇവിടെ നോക്കുക 7, 5, 12, 12, 3, 15, 15, 3, 18. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തത് നോക്കുക 7, 1, 8, 8, 5, 13, 13, 6 എത്രയാണ്? 19 ആണ്. 19 എന്തല്ല? 9ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. ഇനി അടുത്തത് 2, 5, 3 ആണ്. 3, 8, 8ഉം 2ഉം 10 ആണ്. അപ്പോൾ നമുക്ക് 10 ആണ് സമ്മ് കിട്ടിയത്. അത് 9ന്റെ ഗുണിതമല്ല. അപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൈവശമുള്ളത് 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത് 11ന്റെ ഗുണിതമാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 4, 8, 0, 2, 4 ആണ് എടുക്കുന്നത്. അപ്പോൾ 4 + 0 4 ആണ്. 0 + 4 8 കിട്ടി. 8 + 2 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നാണ് കിട്ടിയത്? നമുക്ക് അവിടെ കിട്ടിയത് 10 എന്നാണ് കിട്ടിയത്. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 എന്നാണ് കിട്ടുക അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ 2 ആണ് കിട്ടുക. അത് 0 അല്ല, 11ന്റെ ഗുണിതവുമല്ല. അപ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ അവിടെ ഡിലീറ്റ് ആക്കി. കാരണം എന്താണ്? 11ന്റെ ഗുണിതമല്ല എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റി. ഈ അടുത്തതിലേക്ക് വരിക 5, 7, 3, 2, 1 ആണ്. 5, 7, 3, 2, 1. 5ഉം 3ഉം 8 ആണ്. 8ഉം 1ഉം നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. 7ഉം 2ഉം കൂട്ടിയപ്പോൾ 9, 2ഉം കൂടെ കുറച്ചപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് 11ന്റെ ഗുണിതമാണെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഡിലീറ്റ് ആക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? രണ്ടാമത്തത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവിടെ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞാനവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റെപ്പിലേക്ക് പോയത്. നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി 3 ഡിലീറ്റ് ആയി കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒന്ന് ഉത്തരമായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ എന്താണ് പരിചയപ്പെട്ടത്? 99 കൊണ്ട് എങ്ങനെയാണ് ഒരു നമ്പർ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതി നമ്മൾ പഠിച്ച 1 മുതൽ 11 വരെയുള്ള ആ ഡിവിസിബിലിറ്റി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 99ന്റെ ഘടകങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ എന്താണ് ആ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ നമ്പർ ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഘടകങ്ങളും എന്തായിരിക്കും? ആ സംഖ്യയിൽ ഡിവൈഡ് ചെയ്യും. അതായത് 11ഉം 9ഉം ആണ് 99ന്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ 11ഉം 9ഉം കൊണ്ട് എന്ത് ചെയ്യണം? ആ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 5, 7, 3, 2, 1 എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തത്. ഇനി നമ്മുടെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 24 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മളിവിടെ ഈ 24ന്റെ ഒരു ഘടകം എടുക്കാം. അത് നമ്മൾ എപ്പോഴും ഒരു പ്രൈം നമ്പർ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. അതായത് ഞാനിവിടെ 3 എന്ന് പറയുന്ന നമ്പറാണ് എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഘടകങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 24ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്. ഇതെല്ലാം എന്താണ്? 24ന്റെ ഘടകങ്ങളാണ്. അതായത് 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന നമ്പറുകളെല്ലാം തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ 3 എടുക്കുകയാണ്. 3 എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സം എടുക്കുന്നു. ആ സം എന്ന് പറയുന്നത് 3ന്റെ തുകയാണെങ്കിൽ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറുകൾ ഉണ്ടെങ്കിൽ അതെന്താണ്?
നമ്മുടെ 24 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, 3 എന്ന് പറയുന്നത് 24ന്റെ ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, 15824 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 1ഉം 5ഉം കൂട്ടിയപ്പോൾ നമുക്കവിടെ 6 കിട്ടി. 6ഉം 8ഉം കൂട്ടി 14 കിട്ടി. 14ഉം 2ഉം കൂട്ടി 16 കിട്ടി. 16ഉം 4ഉം കൂട്ടി 20 കിട്ടി. 20 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിട്ടുള്ള നമ്പർ അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെന്താണ്, 24 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വരാം. 14824. 1ഉം 4ഉം നമുക്ക് 5 എന്ന് കിട്ടി. 8 5 13. 13ഉം 2ഉം നമുക്ക് 15. 15ഉം 4ഉം 19 ആണ്. 19 എന്താണ്, 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 14824നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 24 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ 13824. 1 + 3 4 ആണ്. +8 12. 12ഉം 2ഉം 14. 14ഉം 4ഉം എന്ന് പറയുന്നത് 18 കിട്ടി. 18നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് നമുക്കിവിടെ 4ാമത്തതും കിട്ടുന്നെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഘടകം എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തന്നിരിക്കുന്ന എല്ലാം എടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, 1 + 2 എന്ന് പറയുമ്പോൾ 3 ആണ്. 8 + 3 എന്ന് പറയുമ്പോൾ 11 ആണ്. പിന്നെ 2 കൂട്ടുമ്പോൾ 13. 13ഉം 4ഉം 17. അപ്പോൾ 17 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ 3ാമത്തെ മാത്രമാണ് നമുക്ക് 3ന്റെ ഗുണിതമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 13824 ആണ് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 24 എന്ന് പറയുന്ന വലിയൊരു നമ്പർ തന്നാൽ നമ്മൾ 1 മുതൽ 100 വരെ ഉള്ളതിൻ്റെ ഡിവിസിബിലിറ്റി പഠിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച 1 മുതൽ 12 വരെയുള്ള, അതായത് 11 വരെയുള്ള നമ്പറുകളുടെ ഡിവിസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള നമ്പറിനെ എന്ത് കണ്ടുപിടിക്കണം, ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ 99 വന്നപ്പോഴും 12 വന്നപ്പോഴും 24 വന്നപ്പോഴും നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ 3 വെച്ചെടുത്തു. കാരണം ഇതിലുള്ള ഒരു പ്രൈം നമ്പറാണ് 3 ഘടകമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ 3ഉം 4ഉം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഘടകം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ പറയുന്നത് അതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എല്ലാ ഘടകങ്ങളിലും, അതായത് 2 കൊണ്ടും 3 കൊണ്ടും അതേപോലെ തന്നെ 4 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും 12 കൊണ്ടും ഒരു പർട്ടിക്കുലർ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം 24 കൊണ്ടും അതിനെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 13824 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തായിരിക്കും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ടും 8 കൊണ്ടും 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പം 24 കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ കൊണ്ടും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ കാര്യമാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ആ രീതിയിലാണ് വലിയ വലിയ നമ്പറുകളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്തെ 1ാമത്തെ ടൈപ്പാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന മറ്റ് ടൈപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ പരിചയപ്പെടാം. അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മുടെ 1ാമത്തെ ടൈപ്പ് ഇവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളും കാണണം, എങ്കിൽ മാത്രമേ ഈ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ക്ലാസ്സുകൾ, ഈ ഒരു മാത്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അത് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ കണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ തുടർച്ചയായിട്ടുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന മറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൂട്ടാം. അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.